പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തട്ടകത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ മുട്ടുകുത്തിച്ച് ആം ആദ്മി പാർട്ടി മിന്നും വിജയം നേടിയിരിക്കുകയാണ്. ബി.ജെ.പിയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിൽ രണ്ടിടങ്ങളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ തന്നെ വിശവദർ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിലാണ് ബി.ജെ.പിക്ക് അടിതെറ്റിയത്. എ.പി.യുടെ ഇട്ടല്യ ഗോപാലായിരുന്നു ഇവിടെ സ്ഥാനാർത്ഥിയായി ബി.ജെ.പിയെ മലർത്തിയടിച്ചത്. കിരിത് പട്ടേലായിരുന്നു ബി.ജെ.പിക്ക് വേണ്ടി ഇറങ്ങിയത്. 17,554 വോട്ടുകൾക്കാണ് എ.പി. ഇവിടെ നിന്ന് വിജയിച്ചു കയറിയത്. ഇട്ടല്യ ഗോപാലിന് 75,942 വോട്ടുകൾ നേടിയപ്പോൾ ബി.ജെ.പി. സ്ഥാനാർത്ഥി കിരിത് പട്ടേൽ 58,388 വോട്ടുകൾ മാത്രമാണ് നേടിയത്. സ്വന്തം തട്ടകത്തിലെ വലിയ പരാജയം ബി.ജെ.പിക്ക് നാണക്കേടുണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. രാജ്യത്ത് നടന്ന 2 ഉപതെരഞ്ഞെടുപ്പുകളിലും രണ്ടിലും ബി.ജെ.പിയെ തോൽപ്പിക്കാൻ സാധിച്ചത് എ.പിക്ക് വലിയ ആശ്വാസം നൽകുന്ന ഘടകമാണ്. പ്രത്യേകിച്ച് ഡൽഹിയിലേറ്റ വലിയ പരാജയത്തിനു ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ ബി.ജെ.പിയെ തോൽപ്പിക്കാൻ സാധിച്ചത് എ.പിക്കൊരു ജീവശ്വാസം നൽകുന്ന ഘടകമാണ്. പഞ്ചാബിലെ ലുധിയാന വെസ്റ്റിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എ.പിക്ക് മുന്നിൽ വീണ ബി.ജെ.പി 3ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. എന്നാൽ ഗുജറാത്തിലെ തോൽവി അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. കാരണം ഗുജറാത്തിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം പോലും നഷ്ടമായൊരു സാഹചര്യത്തിലാണ് എ.പിയുടെ ഈ നേട്ടം എന്ന് ഓർക്കേണ്ടതുണ്ട്. പ്രതിപക്ഷം അവിടെ ദുർബലമാണ്. സർവ്വമേഖലയിലും ബി.ജെ.പിയും സംഘപരിവാരങ്ങളും കൊടികുത്തി വാഴുമ്പോഴാണ് പ്രതിസന്ധി ഘട്ടത്തെ പോലും മറികടന്ന് ഇട്ടല്യ ഗോപാലിലൂടെ എ.പി വിജയം നേടിയത്. 21 റൗണ്ടുകളിലായി നടന്ന വോട്ടെണ്ണലിൽ ആദ്യ 9 റൗണ്ട് എത്തിയപ്പോൾ തന്നെ എ.പി സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം വെറും 400-ന് അടുത്തായിരുന്നു. എന്നാൽ പിന്നീട് കഥ മാറി. ഓരോ റൗണ്ടിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച എ.പി അതിവേഗം ഭൂരിപക്ഷം 15,000 കടത്തി. ഇതോടെ തോൽവി ഉറപ്പിച്ച ബി.ജെ.പി ആഘോഷം മതിയാക്കി കളം വിടുകയും ചെയ്തു. 2022 നടന്ന ഗുജറാത്ത് തെരഞ്ഞെടുപ്പിലും ഈ സീറ്റിൽ എ.പി തന്നെയാണ് വിജയിച്ചത്. അന്ന് ഗുജറാത്ത് മുഴുവനും ശ്രദ്ധ പിടിച്ചു പറ്റിയ വിജയമായിരുന്നു അത്. എ.പി പാനലിൽ വിജയിച്ച ഭൂപേന്ദ്രഭായി ഗദ്ദുഭായിയെ പിന്നീട് ചാക്കിട്ട് പിടിച്ച് ബി.ജെ.പി അവരുടെ പാളയത്തിലെത്തിച്ചു. ഇതോടെ എം.എൽ.എ രാജിവെക്കുകയും അവിടെ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയുമായിരുന്നു. രണ്ടാമത്തെ അവസരത്തിൽ അവിടെ താമര വിരിയിക്കാൻ ബി.ജെ.പി ആവുന്ന അത്ര ശ്രമിച്ചതാണ്. എന്നാൽ ഒന്നും നടന്നില്ല. ജനങ്ങൾ ബി.ജെ.പിയുടെ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ വിധി എഴുതി. കഴിഞ്ഞ തവണത്തതിനേക്കാൾ 10,000-ൽ പരം വോട്ടുകൾ അധികം നൽകി എ.പി സ്ഥാനാർത്ഥിയെ തന്നെ വീണ്ടും വോട്ടർമാർ നിയമസഭയിലേക്ക് അയച്ചിരിക്കുകയാണ്.